സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് ജോയിന്റ് കൗൺസിൽ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കൽ നടത്തിയ ധർണ ജോയിന്റ് കൗൺസിൽ സംസ്ഥാന ഉപാധ്യക്ഷൻ ആർ രമേശ് ഉദ്ഘാടനം ചെയ്തു. സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് ജോയിന്റ് കൗൺസിൽ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. EMS സ്റ്റേഡിയത്തിന് മുന്നിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് കളക്ടറേറ്റ് പടിക്കൽ അവസാനിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ ജോയിന്റ് കൗൺസിൽ സംസ്ഥാന ഉപാധ്യക്ഷൻ ആർ രമേശ് ഉദ്ഘാടനം ചെയ്തു. ജോയിന്റ് കൗൺസിൽ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് സി പ്രസാദ് ധർണയിൽ അധ്യക്ഷനായി. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം SP സുമോദ്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ C സുരേഷ്, ധന്യ പൊന്നപ്പൻ, M അനിൽകുമാർ, TK ഹംസരാജൻ എന്നിവർ സംസാരിച്ചു. ജോയിന്റ് കൗൺസിൽ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി VS സൂരജ് ധർണയ്ക്ക് സ്വാഗതവും ജില്ലാ ജോയിന്റ് സെക്രട്ടറി PK നവാസ് നന്ദിയും പറഞ്ഞു. 5 വർഷം കൂടുമ്പോൾ ശമ്പളം പരിഷ്കരിക്കുക എന്നുള്ളത് കീഴ്വഴക്കമാണെന്നും അതനുസരിച്ച് 2024 ജൂലൈ 1 ശമ്പള പരിഷ്കരണം നടത്തേണ്ടതായിരുന്നു. എന്നാൽ നാളിതുവരെ ശമ്പള കമ്മീഷനെ പോലും നിയമിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കാത്തത് പ്രതിഷേധാർഹമാണെന്ന് മാർച്ചിലും ധർണയിലും ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി. അവന്റെ മനസ്സിലെ തീയണയാത്ത തരത്തിലുള്ള തീയിലാണ് കേരളത്തിലെ സർക്കാർ ജീവനക്കാരൻ സർക്കാർ ഓഫീസിലേക്ക് ഇപ്പോൾ വരുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. കേരളത്തിലെ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണ ആനുകൂല്യങ്ങൾ ഏതാണ്ട് മുഴുവൻ നടപ്പിലാക്കുന്നത് 2024 ജൂലൈ മാസം 1-ാം തീയതി പ്രാബല്യത്തിൽ നടപ്പിലാക്കണമെന്ന പ്രധാനപ്പെട്ട ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നടത്തുന്ന ഈ മാർച്ച് കേവലമായി അത്തരത്തിലൊരു ശമ്പള പരിഷ്കരണം മാത്രമായി അവസാനിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ളതല്ല എന്ന് എല്ലാവർക്കും ഇതിൽ പങ്കെടുത്തിരിക്കുന്ന ആളുകൾക്കറിയാം. ഇവിടെ സൂചിപ്പിക്കേണ്ടായി 973 ലക്ഷം മേനോന്റെ ഗവൺമെന്റ് അധികാരത്തിലിരിക്കുമ്പോൾ കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പരിഷ്കരിച്ചുകൊണ്ട് ഇനി ഏതാണ്ട് കുടുംബ കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പരിഷ്കരിക്കുമെന്ന് നൽകിയ ഉറപ്പ് ഏതൊക്കെ ഘട്ടങ്ങളിലാണ് ലംഘിക്കപ്പെട്ടിട്ടുള്ളത് എന്ന്